കേരളത്തെ നടുക്കി കൊടും ക്രൂരത. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ഇക്കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു സംഭവം. പ്രതി അലക്സാണ്ടർ സുബിനെയും 2 പേരെയും പോലീസ് പിടികൂടി. 3 പേർ ഒളിവിലാണ്. സംഭവം ഒതുക്കി തീർക്കാൻ ചില ഇടപെടലുകൾ നടത്തിയതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 3:30-ക്കായിരുന്നു സംഭവം. ഗുണ്ടാപ്പിരിവ് ചോദിച്ച് സ്പായിലെത്തിയതാണ് സുബിൻ അലക്സാണ്ടർ അടക്കം 6 പേർ. 50,000 രൂപ പിരിവ് ആവശ്യപ്പെട്ടു. ഇത് നൽകാനാവില്ല എന്ന് ജീവനക്കാരി അറിയിച്ചതിന് പിന്നാലെ സുബിനും കൂട്ടാളികളും ജീവനക്കാരിയെ ക്രൂര ബലാത്സംഗത്തിനിരയാക്കി. ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചു. ഈ സമയം സ്പായിലെത്തിയ മറ്റൊരു യുവതിയെ ഭീഷണിപ്പെടുത്തുകയും പണം അപഹരിക്കുകയും ചെയ്തെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സംഭവത്തിന് ശേഷം സ്പായിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രതി സുബിൻ അലക്സാണ്ടറിനെ കുറ്റപ്പുഴയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മറ്റു 2 പേരെ കൂടി പിടികൂടിയതായി പോലീസ് പറയുന്നു. ഒളിവിലുള്ള 3 പ്രതികൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മരണം എന്ന് വിളിപ്പേരുള്ള സുബിൻ അലക്സാണ്ടർ. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും പ്രതികൾ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി. 1-ാം തീയതി നടന്ന സംഭവത്തിൽ 3-ാം തീയതിയാണ് പോലീസ് കേസെടുത്തത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.